സംസ്ഥാനത്ത് 4 തെക്കൻ ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങൾ മനോരമ ഇന്ന് പ്രസിദ്ധീകരിക്കുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയെ സന്തോഷിപ്പിക്കുന്ന ഫലങ്ങളാണ് അവർ ജനങ്ങളുമായി പങ്കുവച്ചത്. പ്രത്യേകിച്ച് ശ്രീ VD സതീശനെ ഏറെ സന്തോഷിപ്പിക്കും വിധം ഈ 4 ജില്ലകളുടെ ഫലങ്ങൾ സി വോട്ടേഴ്സിൻ്റെ സർവേ വിശദീകരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കേരളത്തിലെ ഇടത് ഐക്യജനാധിപത്യ മുന്നണികളിൽ ആരാണ് ഭരണത്തിലേക്ക് എത്തുന്നതെന്ന് തീരുമാനിക്കുന്നതിൽ അതിനിർണായകമായ പങ്കായിരുന്നു തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകൾ വഹിച്ചുകൊണ്ടിരുന്നത്. അതിനുള്ള കാരണം ഈ ജില്ലകളിൽ ഏത് മുന്നണിക്കാണോ മുൻതൂക്കം ലഭിക്കുന്നത് അവർക്ക് ഭരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തരത്തിലുള്ള മുൻതൂക്കം ഉണ്ടാക്കുന്നതിൽ ഈ 4 ജില്ലകളുടെ ഫലങ്ങൾ അതിനിർണായകമായിരുന്നു. ആ 4 ജില്ലകളിൽ കഴിഞ്ഞ പ്രാവശ്യ തെരഞ്ഞെടുപ്പിൽ ആകെ 39 സീറ്റിൽ 35 സീറ്റും നേടുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമ്പോൾ ഇതാ മനോരമ പറയുന്നു കാര്യങ്ങളാകെ ഇളകി മറിയുകയാണെന്ന്. സർവേയുടെ ഭാഗമായി മധ്യ കേരളത്തിലെ 3 ജില്ലകളിൽ ഒരു പക്ഷേ ഇടതുപക്ഷത്തിന് സമ്പൂജ്യമാകാനുള്ള സാഹചര്യം ഉണ്ടെന്ന് മനോരമ പറഞ്ഞു വെക്കുമ്പോൾ ഇതാ പത്തനംതിട്ടയിലും അങ്ങനെ സംഭവിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ വിലയിരുത്തൽ മുന്നേറിയത്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഒട്ടേറെ വാർത്തകളിൽ ഇടം നേടിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 1 സീറ്റിൽ മാത്രമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് കൃത്യമായി വിജയം നേടാൻ കഴിഞ്ഞതെങ്കിൽ ആ സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് മനോരമ പറയുന്നു. എവിടെയൊക്കെയാണോ CPIM-നുള്ളിൽ വിവിധ കാരണങ്ങളാൽ പ്രശ്നങ്ങൾ ഉണ്ടായി പുറത്തു വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളുകളുള്ള മണ്ഡലങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള അട്ടിമറി ഉണ്ടാകും എന്ന തരത്തിൽ ഹോട്ട് സീറ്റുകൾ എന്ന പട്ടികയിലാണ് തളിപ്പറമ്പ് മുതൽ അമ്പലപ്പുഴ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളെ പരിചയപ്പെടുത്തുവാൻ അവർ ശ്രമിക്കുന്നത്. അതിൻ്റെ അർത്ഥം അമ്പലപ്പുഴയിൽ ശ്രീ G സുധാകരന് ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനോരമ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ CPIM-നുള്ളിലെ കലാപങ്ങൾ അവരെ പ്രതിപക്ഷത്തിരുത്തും എന്ന് മനോരമ പറയാൻ വല്ലാതെ ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ആലപ്പുഴയിലെ ഹോട്ട് സീറ്റുകൾ എന്ന് അമ്പലപ്പുഴയെ വിശേഷിപ്പിക്കുമ്പോൾ ഒപ്പം പറയുന്ന കുട്ടനാടിനെ പറ്റി ഭാഗികമായി അത് ശരിയാണെന്ന് നമുക്കും തോന്നാം. അതിൻ്റെ കാരണങ്ങൾ ഇവിടെ തൽക്കാലം വിശദീകരിക്കുന്നില്ല. പത്തനംതിട്ടയിലേക്ക് വന്നാൽ കോൺഗ്രസിനെ തന്നെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിലായിരുന്നു കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ 2 പ്രാവശ്യം പത്തനംതിട്ടയിൽ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായ തെരഞ്ഞെടുപ്പ് വിജയമുണ്ടായത്. അവിടെ ഹോട്ട് സീറ്റുകൾ എന്ന തരത്തിൽ പരിചയപ്പെടുത്തുന്ന ആറന്മുളയുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴാണ് മനോരമയുടെ മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യവും ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. നോക്കൂ, കേരളത്തിലെ മന്ത്രിസഭയിലെ വിശിഷ്യ CPIM-ന്റെ എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയെയും ശ്രീ വാസവനെയും ഒഴിച്ചു നിർത്തിയാൽ ഇതുവരെ അവർ നടത്തിയ അന്വേഷണങ്ങളിലെല്ലാം തന്നെ CPIM-ന്റെ മന്ത്രിമാർ മത്സരിക്കുന്ന ഇടങ്ങളിൽ അവരുടെ വിജയസാധ്യത തീരെ കുറവോ അവർ പരാജയപ്പെടാൻ ഉണ്ട് എന്നും അവർ പറയാൻ മടിക്കുന്നില്ല. ഇവിടെയും നമുക്കറിയാവുന്ന പോലെ ആറന്മുളയിൽ ശക്തമായ മത്സരം അവിടെ നടക്കുമ്പോൾ തന്നെ ശ്രീ കുമ്മനം രാജശേഖരന്റെ സാന്നിധ്യം NDAയുടെ വോട്ട് ശതമാനത്തിൽ വർധനവുണ്ടാക്കും എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തയെങ്കിൽ ഏറ്റവും പുതിയ FCRAയുമായി ബന്ധപ്പെട്ടുള്ള ഉത്കണ്ഠകൾ അത് NDAയ്ക്ക് ഒരു തിരിച്ചടി ഉണ്ടാക്കും. അതൊക്കെ എത്രമാത്രം ഐക്യജനാധിപത്യ മുന്നണിക്കും ഇടതുപക്ഷ മുന്നണിക്കും അനുകൂലമാകും എന്നിവിടെ പറയാൻ കഴിയില്ലെങ്കിൽ പോലും ശ്രീമതി വീണ ജോർജ് പരാജയപ്പെട്ട് കാണണമെന്ന്
ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെക്കാൾ മനോരമ ആഗ്രഹിക്കും വിധമായിരുന്നു പത്തനംതിട്ടയെ പരിചയപ്പെടുത്തിയത്. അവരുടെ സർവേയിൽ പത്തനംതിട്ടയിൽ ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടായാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് മനോരമ പറയുമ്പോൾ, കോന്നിയെ പോലെയുള്ള മണ്ഡലങ്ങളിൽ അവിടെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ നാളുകളിൽ ആവർത്തി വിജയിക്കുകയും കൂടുതൽ വിജയസാധ്യത ഉണ്ട് എന്ന് പൊതുവെ പറയുകയും ചെയ്യുമ്പോൾ അവരുടെ വിജയസാധ്യതയെ പോലും കണ്ടില്ല എന്ന് നടിക്കുവാനാണ് മനോരമ ശ്രമിച്ചത്. കൊല്ലത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. കൊല്ലം ജില്ലയിൽ മത്സരിക്കുന്ന 2 മന്ത്രിമാർ, ഒന്ന് പത്തനാപുരത്ത് മത്സരിക്കുന്ന ശ്രീ KB ഗണേഷ് കുമാർ, കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച കാലം മുതൽ 15,000-നും 25,000-നും അടുത്ത ഭൂരിപക്ഷത്തിൽ ആവർത്തിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ KB ഗണേഷ് കുമാരൻ ഹോട്ട് സീറ്റിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പത്തനാപുരത്ത് ഒരുപക്ഷെ KB ഗണേഷ് കുമാർ പരാജയപ്പെടുമെന്ന് മനോരമ പറയുമ്പോൾ, നോക്കൂ, കൊട്ടാരക്കരയിൽ ഏറെ നാളുകളായി ഇടതുപക്ഷത്തിന് ഏകപക്ഷീയമായി മുൻതൂക്കം നേടാൻ കഴിഞ്ഞ കൊട്ടാരക്കരയിൽ ആ സീറ്റിന്റെ മറ്റൊരു പ്രത്യേകത ധനകാര്യമന്ത്രി ആവർത്തിച്ച് മത്സരിക്കുന്നു മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന കൊട്ടാരക്കരയുടെ CPIM-ന്റെ മുൻ MLA ഇപ്പോൾ കോൺഗ്രസിന്റെ ചേരിയിലേക്ക് എത്തുകയും കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥി ഇപ്പോൾ BJP-യുടെ ചേരിയിലേക്ക് എത്തുകയും അങ്ങനെ മൊത്തത്തിൽ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വിധേയമായ 2 സ്ഥാനാർത്ഥികൾ ധനമന്ത്രിക്കെതിരെ മത്സരിക്കുമ്പോൾ ആ സീറ്റിനെയും ഹോട്ട് സീറ്റായി മനോരമ പരിഗണിച്ചതിൻ്റെ രാഷ്ട്രീയ യുക്തി ഞങ്ങൾക്കും മനസ്സിലാകുന്നില്ല. നോക്കൂ, തിരുവനന്തപുരത്തേക്ക് വന്നാൽ തിരുവനന്തപുരത്തിൻ്റെ ഏകപക്ഷീയമായി ഇടതുപക്ഷത്തിനുണ്ടായ മുൻതൂക്കത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചില തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയ ഇടങ്ങളിൽ ഇടതുപക്ഷം അത്രയധികം പിന്നോട്ട് പോയിട്ടില്ല എന്ന് വ്യക്തമാകുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച തരത്തിൽ ഏകപക്ഷീയമായി 14 സീറ്റുകളിൽ 13 സീറ്റുകളും ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതേസമയം അവിടെയും ഹോട്ട് സീറ്റുകൾ എന്ന് പരിചയപ്പെടുത്തുന്ന ഇടത്ത് നിയമം പരിഗണിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം തുടങ്ങിയ 3 മണ്ഡലങ്ങളിൽ ഒപ്പം ആറ്റിങ്ങലിലും NDA കഴിഞ്ഞ നാളുകളിൽ 4ാം സ്ഥാനത്ത് ആവർത്തിച്ചു വന്ന ചരിത്രമുണ്ടെന്നിരിക്കെ നേമത്തും കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലുമൊക്കെയുള്ള മത്സരങ്ങൾ വളരെ കനത്തുകൊണ്ടിരിക്കുമ്പോൾ വട്ടിയൂർക്കാവിൽ നിലവിലുള്ള MLA ശ്രീ പ്രസാദിന് മനോരമ നൽകിയ ചെറിയ മുൻതൂക്കം സ്വാഭാവികമായി ഈ സർവേ ഫലത്തെ ജനങ്ങൾ തള്ളിക്കളയരുത് എന്ന ആഗ്രഹത്തിൻ്റെ കൂടി ഭാഗമാകാം. എന്നാൽ നിയമത്തിൻ്റെ അടിയൊഴുക്കുകളെ തിരിച്ചറിയാൻ മടിച്ചു നിന്നുകൊണ്ടാണ് നേമത്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായ ഒരു കാറ്റുണ്ട് എന്ന് മനോരമ പറയാൻ ശ്രമിക്കുന്നത്. അതിനൊപ്പമാണ് നമ്മുടെ ക്യാബിനറ്റിലെ ഏറ്റവും ശ്രദ്ധേയനായി മാറിയ ജനകീയനായ V ശിവൻകുട്ടി അവിടെ പരാജയപ്പെടും എന്ന് മനോരമ പറയുമ്പോൾ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മണ്ഡലങ്ങളിൽ CPIM-ന്റെ ക്യാബിനറ്റിലെ അംഗങ്ങൾ മൊത്തത്തിൽ ജനവിരുദ്ധരാണ് എന്ന ബോധമുണ്ടാക്കുവാൻ മനോരമ ആഗ്രഹിക്കുന്നു എന്ന് പോലും തോന്നിപ്പിക്കും. ചുരുക്കത്തിൽ സംസ്ഥാനത്തെ ഭരണമാറ്റം ഉണ്ടാകുമെന്നും കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 5% അധികം വോട്ട് നേടിയ ഇടതുപക്ഷ മുന്നണിക്ക് ഐക്യജനാധിപത്യ മുന്നണിയുടെ മുന്നിൽ 3% കുറവ് വോട്ട് നേടാനേ കഴിയൂ എന്ന് മനോരമ പറയുമ്പോൾ ഏകപക്ഷീയമായ ഒരു മുന്നേറ്റം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുന്നില്ല എന്ന് മനോരമ നമ്മളെ അറിയിക്കുന്നുണ്ട്. അവരുടെ മൊത്തം വിലയിരുത്തൽ പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് 57 മുതൽ 69 വരെ സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ശരാശരി 63 സീറ്റും, ഐക്യജനാധിപത്യ മുന്നണിക്ക് 69 മുതൽ 81 വരെ എന്ന് പറഞ്ഞാൽ ശരാശരി 85 സീറ്റും, ഒരുപക്ഷെ BJPക്ക് 1 മുതൽ 5 വരെ സീറ്റുകളും ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഉറച്ച സീറ്റുകൾ എന്ന തരത്തിൽ മനോരമ പരിചയപ്പെടുത്തുന്നത്
LDF-ന് 57 സീറ്റുകൾ, UDF-ന് 69 സീറ്റുകൾ, NDA-ക്ക് 1 സീറ്റ്. ഇതൊക്കെ പറയുമ്പോഴും മനോരമയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അവരുടെ തെരഞ്ഞെടുപ്പ് സർവേകളിൽ പലപ്പോഴും സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ മറക്കുവാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഈ സർവേയിലും അവർ തന്നെ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സീ വോട്ടേഴ്സ് സർവേയുടെ അന്വേഷണ ഫലങ്ങൾ അവതരിപ്പിക്കുന്നതിനോടൊപ്പം മനോരമയുടെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തകർ ആ സർവേ ഫലങ്ങളെ മറയ്ക്കുന്ന വിധത്തിലുള്ള ചില ന്യായീകരണങ്ങൾ ഇതിൻ്റെ അവതരണത്തിൽ അവർ നടത്താൻ ശ്രമിച്ചത്. അങ്ങനെയെങ്കിൽ ഈ സർവേ ഫലം മനോരമ ആഗ്രഹിക്കുന്നത് പോലെയാണെങ്കിൽ പോലും ഏകപക്ഷീയമായ തരത്തിൽ ശ്രീ VD സതീശനൊക്കെ പറയുന്നത് പോലെ 100 സീറ്റിലേക്ക് 100-ലധികം സീറ്റിലേക്ക് UDF മിന്നും വിജയം നേടുമെന്ന് അംഗീകരിക്കുവാൻ മനോരമ പോലും തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ഇടതുപക്ഷ മുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 4 ജില്ലകളിൽ 0 സീറ്റുകൾ വരെ കിട്ടാം എന്ന് മനോരമ തന്നെ സമ്മതിക്കുമ്പോൾ അങ്ങനെ ഒരു മുന്നണിക്ക് 69 വരെ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് മനോരമയും അംഗീകരിക്കും. തീർച്ചയായും ഇത്തരം സർവേകൾ 29,000-ലധികം വരുന്ന ആളുകളെ അവരുടെ വിചാരവികാരങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നടത്തുന്നു എന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വരുന്ന 2,72,00,000 വരുന്ന ആളുകൾ എന്താണ് തീരുമാനിച്ചതെന്ന് അറിയുവാൻ ഇനിയും നമ്മൾ കാത്തിരിക്കണം.